അഭിഷേക് മോനെ ബാ. ഇപ്പൊ നമ്മുടെ മോറിസ് ഗാരേജിന്റെ കോമറ്റ് ആണ് ഫസ്റ്റ് വേരിയന്റ് ആണ് ഇരിക്കുന്നത് നമ്മുടെ അഭിഷേകിന്റെ കയ്യിൽ. എങ്ങനെയാണ് ഹാലജൻ ഹെഡ്ലാമ്പ് അല്ലായിരുന്നു ഇതിന്റെ? ഹാലജൻ ആണ് വരുന്നത്. ഇതിന്റെ എങ്ങനെയാണ് റേഞ്ച് എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നേ? നമുക്ക് ഒരു ചാർജില് ഒരു 6 hours ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 200 kilometers ആണ് റേഞ്ച്. നോർമൽ നമ്മള് 3 pin സോക്കറ്റിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാം. ഒരു പവർ പ്ലഗ് 16 amp പവർ പ്ലഗില് 3 pin സോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ 6 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 200 kilometers റേഞ്ച്. ഓക്കെ, ഇത് എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്? സീറ്റിംഗ് 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 4 ഓപ്പൺ ചെയ്ത് കാണിക്കാമോ? 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 2 door ആണല്ലോ തന്നെ അല്ലേ? 2 door ആണ്. ഡോർ വൈഡ് ആണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ മോറിസ് ഗാരേജിന്റെ കോമറ്റിലാണ് ഇരിക്കണേ. അപ്പൊ ഒരു ബേസ് വേരിയന്റ് ആണിത്. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് നമ്മളെ ഡ്രൈവർ, അതായത് ഓണർ ആയിട്ടുള്ള അഭിഷേക് ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ അഭിഷേക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഇലക്ട്രിക്കിന്റെ റേഞ്ചും കാര്യങ്ങളും എല്ലാരും അപ്പൊ ആള് പറഞ്ഞു തരും. എങ്ങനെയാണ് അപ്പൊ ഇത് എത്ര രൂപയായിരുന്നു? ഏത് മോഡലാണിത്? അങ്ങനെ ഇത് എന്റെ അല്ല, അച്ഛനടുത്താണ്. അത് ശരി. ഓക്കെ, ഇത് എക്സോറും 6.9, ഓൺ റോഡ് 7.9 വരുന്ന. നമ്മൾ ഇതിനകത്തൊരു 40,000 കുറച്ച് അഡീഷണൽ കിറ്റ് കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 8.3 ആയി ഓൺ റോഡ്. അതായത് 8,30,000 രൂപയായി. അതെ അതെ അതെ. ബേസ് മോഡലിൽ നമ്മൾ ഇത്ര എല്ലാം കൂടി അഡീഷണൽ ചെയ്ത് ചെയ്യുമ്പോൾ ടോട്ടല് 180, 160 എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും സിറ്റിയുടെ അകത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് സിറ്റിയുടെ അകത്ത് ഉപയോഗിക്കാനുള്ള നമ്മളിത് ലോങ് ഒന്നും നമുക്ക് നമ്മുടെ എല്ലാത്തിലും ഒരു ഇതില്ലേ, അതെ, ഒരു എർഗണോമിക്സ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ട്, ചേർച്ചയുണ്ട്. അതെ അതെ. അപ്പൊ ഈ വണ്ടിക്ക് നമുക്ക് ലോറിയുടെ ഹോൺ വെച്ചിട്ട് കാര്യമില്ല, അത് ചേരൂല. ശരിയാണ്. ഇതിപ്പോ നമുക്ക് ചിലപ്പോ മാനുവലൈസ് ചെയ്യണത്. ഇതില് മറ്റേ ഗിമിക്സ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ സാധാരണ നോർമൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അതൊക്കെ ഉള്ള ഇതുണ്ട്. അത് അടുത്ത മോഡലാണ്. പക്ഷെ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയില് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് മാനൂവർ ചെയ്യാൻ പറ്റുന്ന വണ്ടി വേണം. ഇത് ഫാൻ സ്പീഡ് ആണല്ലേ? ഫാൻ സ്പീഡ് സാധാ നോർമലി നമ്മുടെ കാറിലുള്ള പോലെ തന്നെ. ഇത് തന്നെ ഭയങ്കര ഇത് മറ്റേ റോബസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇത് നമ്മുടെ ഡിഫോഗർ അല്ലേ? അത് ഡിഫോഗർ, അപ്പുറത്ത് ഫാന്, അപ്പുറത്ത് ഇത് കാലിലോട്ടൊക്കെ ഉണ്ടോ? ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. അത് ശരി. ഇതെന്താ സംഭവം? അത് നമ്മുടെ മോഡ് മാറ്റണാണ്. നോർമൽ, സ്പോർട്ട്. ഓ, അങ്ങനെ മാറ്റാൻ പറ്റും. അത് ശരി. ഇപ്പൊ ഏത് മോഡലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നോർമലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ തന്നെ നമുക്ക് 2 മോഡ് ഉണ്ട്. ഇപ്പൊ വണ്ടി ആക്സിലറേറ്റ് ചെയ്യണം നമുക്ക് സെറ്റ് ചെയ്യാം. വണ്ടി ഡീസലറേറ്റ് ചെയ്യണം മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഡീസലറേറ്റ് വെച്ചാൽ റീജൻ വരുന്ന എല്ലാ ഇലക്ട്രിക് കാറുകൾക്കും 2 വീലേഴ്സിനുള്ളതാണ് റീജൻ എന്ന് പറയുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷന് ചാർജ് വേറൊരു ബാറ്ററിയിലേക്ക്, സെക്കൻഡറി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതെ അതെ. അപ്പൊ അത് നമുക്ക് ആ റീജൻ റേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. റീജൻ ലോ ആയിട്ടും ഹൈ ആയിട്ടും നോർമൽ ആയിട്ടും വെക്കാം. ഓക്കെ. ഇത് സാധാ ബേസിക്. ഇപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ നമുക്ക് ഈ ചെറിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് മോസ്റ്റ്ലി എല്ലാം കിട്ടും. റേഡിയോ, FM, പിന്നെ വണ്ടിയുടെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം, പാട്ട്, ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ. ക്ലസ്റ്ററിൽ അത്യാവശ്യം നമ്മുടെ നോർമൽ വണ്ടിയിലുള്ള പോലെ തന്നെ കിലോമീറ്റർ പെർ അവർ കാണിക്കും, റേഞ്ച്, ചാർജ് കാണിക്കും, നോർമൽ ആണ്, സ്പോട്ട് ആണ്, കാര്യങ്ങളെല്ലാം കാണിക്കും. നമ്മൾ സാധാരണ നോർമൽ ഇലക്ട്രിക് സ്കൂട്ടറിലുള്ള പോലെ തന്നെ ഒരു ഡാഷ്ബോർഡ്. ഇപ്പൊ നമുക്ക് അടുത്ത മോഡൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ വരും. അപ്പൊ ഈ ഇൻഫർമേഷൻ ഒക്കെ ആ സ്ക്രീനിലേക്ക് മാറുന്നു മാറും. ഇതെന്ന് പറയുമ്പോൾ എല്ലാം ഈ സ്ക്രീനിൽ തന്നെയാണ്. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ ഒരു മാപ്പും കൂടി നാവിഗേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വാട്സാപ്പും ആപ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് സിറ്റിയിൽ ഓടിക്കുന്ന ഒരു കാറിന് നമ്മൾ അതിന് വാട്സാപ്പ് നോക്കി ടെക്സ്റ്റ് ചെയ്ത് നോക്കണമില്ല. അതിപ്പോ നമുക്ക് നെക്സ്റ്റ് വേരിയന്റിലോട്ട് വരുമ്പോ എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ട്? ഇതിപ്പോ ബേസ് വേരിയന്റ് വരുന്നത് ഓൺ റോഡ് 7.9 ആണ്. 7.9 ആണ്. മോഡൽ വരുമ്പോ അത് ഓൾമോസ്റ്റ് 1.2 lakhs വ്യത്യാസം വരും. അഡീഷണൽ വരും. പിന്നെ ടോപ്പ് മോഡലിന് നമ്മൾ ഓൺ റോഡ് എടുക്കുമ്പോൾ 10 ആവും. വരും. അപ്പൊ ഇതിലൊക്കെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളില് വരുന്ന കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകൾ. ഇവിടെ ഇപ്പൊ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അതിൽ വരുമ്പോ ഒരു ലെതർ ഫിനിഷ് ഉണ്ടാവും. അതിനൊക്കെ വേണ്ടി ഒരു 2 lakhs കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നത് ഫീസിബിൾ. കാരണം നമ്മൾക്ക് എന്തായാലും ഇപ്പം ഈ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ്. അതെ അതെ. ഈ കാറ് മേടിക്കണ ആർക്കും ഈ കാറ് പ്രൈമറി കാർ ആയിരിക്കില്ല. ഇപ്പൊ ഞങ്ങൾക്കായാലും ഇത് ഞങ്ങളുടെ പ്രൈമറി കാർ അല്ല, ഞങ്ങൾക്കൊരു സോണറ്റ് ഉണ്ട്. ഈ കാറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെറിയൊരു സിറ്റിയുടെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാറ്. ഒന്ന് അടുത്തൊന്ന് പോകണമെങ്കിൽ ഒരു സ്കൂട്ടറിന് പകരം ഒരു ഫാമിലി ആയിട്ട് ഒന്നടുത്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ ഒരു 3 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഈ കാർ കൊണ്ട് സുഖമായിട്ടൊന്ന് പോയിട്ട് വരാൻ പറ്റും. ഫ്യൂവലിന്റെ എക്സ്പെൻസസ് ഇല്ലാതെ പോയിട്ട് വരാൻ പറ്റും. ഇതെന്താണ് എക്സ്ട്രാ നമ്മൾ ചെയ്താണ്, റിവേഴ്സ് ക്യാം ഫിറ്റ് ചെയ്താണ്. റിവേഴ്സ് ക്യാം ആണോ? അതെ അതെ. ഓക്കെ. അത് എത്ര വരുന്നുണ്ട്? റിവേഴ്സ് ക്യാം നമ്മൾ 8,000 ആണ്. 8,000 ആണ്. സെൻസർ ഉണ്ട് ബാക്കില്? ബാക്കിൽ സെൻസർ ഉണ്ട്. സെൻസറും ക്യാമറ ഉൾപ്പെടെയാണ്. സെൻസറും ക്യാമറ ഉൾപ്പെടെയാണ്. ഓക്കെ 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 ഓക്കെ. ഇത് ഇവിടെ ഇതെന്താണ്? നമ്മുടെ സാധാരണ നോർമൽ ലൈറ്റ് ആണ്, LED ലൈറ്റ് ആണ്. ഓക്കെ.